ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പ് പിതാവിന് സമർപ്പിതമായ ദിനങ്ങൾ കോർത്തിണക്കിയ ഒരു മാസമാണ്. തലശ്ശേരി അതിരൂപതയുടെ ഈ ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അതിരൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് ഒരുപാട് നല്ല സ്മരണകൾ മനസ്സിലുണരുന്നുണ്ട്. കാരണം ഈ അതിരൂപതയെ രൂപപ്പെടുത്തിയ മലബാറിൻ്റെ മോസസ് എന്നൊക്കെ അറിയപ്പെടുന്ന വന്യനായ വള്ളോപ്പള്ളി പിതാവ് ഈ അതിരൂപതയെ ഔസേപ്പ് പിതാവിന് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ആരൊക്കെ പിതാവിനെ സമീപിക്കുന്നോ അവരുടെയൊക്കെ പക്കൽ കൊച്ചു ചിത്രങ്ങൾ കൊടുത്ത് ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുക, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഔസേപ്പ് പിതാവിലുള്ള ഒരു വിശ്വാസം പകർന്നു കൊടുത്ത ഒരു നല്ല ഓർമ്മ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. സെമിനാരി പഠിക്കുന്ന കാലഘട്ടങ്ങളിലും എപ്പോഴൊക്കെ പിതാവിനെ കാണാനായിട്ട് പോകുന്നു, അന്നേരമൊക്കെ മുറിയിൽ നിന്ന് ഈ കൊച്ചു പടമെടുത്ത് തന്ന് പിതാവ് പറയും, ബ്രദറെ ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെങ്ങനെ ഔസേപ്പ് പിതാവ് എന്ന് പറയുന്നത് അതിരൂപതയുടെ മധ്യസ്ഥനെന്നോ തിരുക്കുടുംബത്തിൻ്റെ തലവനെന്നോ കന്യാവധക്കാരുടെ കാവൽക്കാരനെന്നോ അതിലൊക്കെ ഉപരിയായിട്ട് ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ഒത്തിരി ചിന്തകൾ ഇങ്ങനെ വന്യനായ പിതാവിലൂടെയൊക്കെ പകർന്നു കിട്ടിയതാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഈ നിമിഷം വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും ദൈവം വിശ്വാസത്തിലെടുത്ത ഒരു മനുഷ്യനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. ഔസേപ്പ് പിതാവ് പരിപൂർണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. അതിലുപരി ഞാൻ ഓർക്കുകയാണ്, ദൈവം ഇത്ര വിശ്വാസത്തിലെടുത്ത ഒരു നീതിമാൻ. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളുണ്ടായപ്പോൾ അതിനൊരു മറുപടി കാത്തുനിന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. ഔസേപ്പ് പിതാവിൻ്റെ ഒരു മറുപടിക്കൊന്നും മാലാഖ കാത്തു നിൽക്കുന്നില്ല, സ്വർഗം കാത്തു നിൽക്കുന്നില്ല. ഔസേപ്പിന് ഇങ്ങനെ ദർശനം കൊടുത്ത്, ഔസേപ്പിന് ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കൊടുത്ത് അങ്ങ് കടന്നു പോവുക. പക്ഷേ ഔസേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്തു സ്വപ്നത്തിൽ ദർശനം കിട്ടിയോ അതിന് മുഴുവൻ ജീവിതത്തെ സമർപ്പിച്ച് തൻ്റെ സ്വപ്നത്തെ ജീവിതത്തിൽ നിന്ന് മുഴുവൻ മാറ്റിവെക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു നീതിമാൻ്റെ നല്ല ചിത്രമാണ് ഔസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ തൻ്റേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുഴുവൻ തകിടം മറിഞ്ഞു പോകുമ്പോഴും ദൈവം നൽകിയ സ്വപ്ന ദർശനങ്ങൾക്കൊത്ത് ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു മഹത് വ്യക്തിയുടെ നന്മ നിറഞ്ഞ പ്രകാശപൂരിതമായ ഓർമ്മയാണ് വിശുദ്ധ ഔസേപ്പ് നമ്മുടെ ജീവിതങ്ങൾക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നും ഔസേപ്പുമാരുണ്ട് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഹൃദയനൊമ്പരം പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. ഇത് എൻ്റെ കഥയാണ്, എൻ്റെ കഥയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോഴൊക്കെ ഇത് നമ്മളിൽ പലരുടെയും കഥയാണ്. ഞാൻ ആരാണെന്നല്ലേ? ശരി, അല്പദൂരം നമുക്ക് നടക്കാം. മോളിയേ, നീ എന്താടി അന്തം വിട്ട് നിൽക്കുന്നേ? അല്ല, ഇച്ചായൻ എന്താ ഇവിടെ? അതൊക്കെ പറയാം, നീ കുറച്ച് കുടിക്കാനെടുക്ക്. മക്കൾ എന്തി? സ്കൂളിൽ പോയി. ബിനും കിട്ടിയോളോ? അവളുടെ വീട്ടിൽ പോയതാ. ഒരു കണക്കിന് ആരുമില്ലാഞ്ഞ നന്നായി. ഇച്ചായ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
നീ വാ, ഞാനെല്ലാം പറയാം. അതെ, നിങ്ങളിങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ ഇരുന്നോ. എന്നെ നോക്കി പേടിപ്പിച്ചോണ്ട് കാര്യമില്ല. നിങ്ങൾ പോയി കാര്യം പറയാൻ നോക്ക്. ഞാൻ എങ്ങനെയപ്പോ? ചേട്ടന് ഗൾഫിലെ ജോലിയെല്ലാം പോയി. ഇനി മിണ്ടാതിരുന്ന ശരിയാവില്ല. ചേട്ടായിയോട് ഞാൻ എങ്ങനെ പറയാ? നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിലേ ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട. മക്കൾ ഉറങ്ങിയോ? അപ്പന്റെ പണി പോയത് നീ അവരോട് പറഞ്ഞായിരുന്നോ? പിന്നെ അവരോട് പറയണ്ടേ? 15 വർഷത്തെ പ്രവാസ ജീവിതം, യൗവനകാലമെല്ലാം ഗൾഫിൽ തീർന്നു. അതിനിപ്പെന്താ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്നേ. ബിനുവിന്റെയും കിട്ടിയോളുടെയും നിലപാടെന്താ? അതുങ്ങൾ എവിടെ പോവാനാ? എന്നാലും അവർക്കൊരു വീട് വെച്ചു കൊടുക്കണ്ടേ? ആ റോഡ് സൈഡിലുള്ള 10 സെന്റ് സ്ഥലല്ലേ, അത് അവർക്ക് എഴുതി കൊടുക്കാം. ഒരു വീടും വെച്ചു കൊടുക്കാം. എന്റെ പ്രിയതമയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇച്ഛായന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്? അതൊന്നും എനിക്കറിയില്ല. എല്ലാം ബിനുവല്ലേ കൈകാര്യം ചെയ്യണേ. ചേട്ടായി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയടാ. ചേട്ടായി ജോലി നിർത്തി പോകുന്നതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെ താമസിക്കാന്ന് വെച്ചാ? അതന്നെയാ മോനെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ചേട്ടായി, സാലിയുടെ അപ്പനും അമ്മയൊക്കെ ഇങ്ങോട്ട് താമസത്തിന് വരുവാ. അപ്പോ ചേട്ടായിക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ, വേറെ എവിടെയെങ്കിലും താമസിക്കാലോ. എന്നുവെച്ചാ എന്റെ ചോരയും നീരുവാ ഇതെല്ലാം. 10-15 വർഷം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടതാ ഞാൻ. കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാലേ എനിക്കും കുറച്ച് കണക്കൊക്കെ പറയേണ്ടി വരും. നിനക്കെന്നാ പറയാനല്ലേ? നിങ്ങളുടെ ഭാര്യയും മക്കളെ ഒരു കുറവുമില്ലാതാ ഞങ്ങള് നോക്കിയത്. ഏതായാലും ഈ മുതലൊന്നും നിനക്ക് ഞാൻ വിട്ടുതരികയില്ല. എന്ത് മുതല്? ഈ കാണുന്ന വീടും സ്ഥലവും എന്റെ പേരില്ല, പിന്നെ ബാങ്ക് അക്കൗണ്ടും. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. ചേട്ടനെ ഇറക്കി വിട്ടുന്ന് നാട്ടുകാരെ കൊണ്ട് പറയാൻ ഇടവരുത്തരുത്. പടി. ഇച്ചായ, ഇനി കഞ്ഞി കുടിച്ചിട്ടാവാം. നീ കഴിച്ചായിരുന്നാ? ഞാൻ പിന്നെ കഴിച്ചോളാം. നമ്മുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരാവോ? അത് സാരില്ലേ പെണ്ണേ. സങ്കടങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിച്ചില്ലേ? പിന്നെന്താ? എന്നാലും എൻ്റെ ഇച്ചായൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ. ഹേയ്, എനിക്ക് നല്ലോണം ആരോഗ്യമുണ്ട്, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? ഒരു കുഞ്ഞു വീട് വെക്കണം, പിന്നെ മക്കളെ പഠിപ്പിക്കണം. അത്രയും പോരെ നമുക്ക്? എന്നാലും ബിനു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അതൊന്നും സാരല്ല. നീ അവൻ അങ്ങനെ പറയാൻ തോന്നി പറഞ്ഞു. എനിക്ക് വലിയൊരു സമ്പത്തുണ്ട്. നീയും എന്റെ മക്കളും പിന്നെ നമ്മുടെ സന്തോഷവും, ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെയും പരീക്ഷണങ്ങൾ, പക്ഷേ പതറാത്തൊരു മനസ്സ്, അതായിരുന്നു കൈമുതൽ. നിങ്ങൾ അവിടെ എന്നെ എടുക്കാ. ഞാനൊന്ന് റെഡിയാവാ. എങ്ങോട്ട് പോവാനാ? ചേട്ടായി കിടപ്പല്ലേ, ഞാനൊന്ന് കണ്ടേച്ചു വരാം. ഓ, നിങ്ങളിങ്ങനെ ഒരു മന്ദബുദ്ധിയായി പോയല്ലോ. എന്നതാടി? ഇപ്പൊ കാണാൻ പോയാലേ ചേട്ടായും കുടുംബം തലയിലാവും. എന്നാലും ഒരെന്നാലും ഇല്ല. ആ മീൻ പോയി മറിച്ചിട്ടെ.
നീ എന്തിനാ വിഷമിക്കുന്നേ? നമ്മുടെ ഇപ്പോഴുള്ള സങ്കടങ്ങളെല്ലാം സന്തോഷം. ധൈര്യമായിരിക്കും. എന്നാലും ബിനു ഒന്നും വന്നില്ലല്ലോ. സാരമില്ല, എന്തായാലും തിരക്കായിരിക്കും. മതി. കുറച്ചുകൂടെ കഴിക്കേ. വേണ്ട, വയറ് നിറഞ്ഞു. മക്കള് വരാറായില്ലേ? ഇപ്പൊ വരും. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. തയ്ക്കാൻ മേടിച്ചത് ഒത്തിരി കൊടുക്കാനുണ്ട്. നീ ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഈ കഷ്ടപ്പാടിന്റെ അപ്പുറത്ത് വലിയൊരു നന്മയുണ്ടാകുന്ന ഇച്ചായനല്ലേ ഇപ്പൊ പറഞ്ഞത്. എന്നാ ശരി ഇച്ചായ. ദിവസങ്ങൾ കടന്നുപോയി. കഷ്ടപ്പാടിനപ്പുറം നന്മകൾ നിറഞ്ഞൊരു നാൾ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ട തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. ഒരു യൗവനത്തിൻ്റെ കരുത്തു മുഴുവൻ ഒരു തറവാടിന് വേണ്ടി അധ്വാനിച്ച് കടന്നുപോയൊരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കരുത്തും അധ്വാനവും മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടും അവസാനം ഒരു തെരുവ് പട്ടിയെപ്പോലെ കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കേണ്ടി വന്ന ഒരു ഗതികേട്, ഭാര്യയും മക്കളുമായിട്ട് അലയേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ വെല്ലുവിളി, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പച്ചയായ ജീവിതം. ഈ മനുഷ്യന് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ വസിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒക്കെ തകിടമറിഞ്ഞുപോയി. എന്നിട്ട് പിന്നെ ഒരു പണിക്കിറങ്ങുക. നാളുകളോളം കഠിനാധ്വാനം ചെയ്ത് കൂലിപ്പണിയെടുത്ത് തൻ്റെ ഭാര്യയും മക്കളെയും പോറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും നിലയ്ക്കാത്ത കഷ്ടപ്പാടെന്ന രീതിയിൽ കടന്നു വരുന്ന ഒരു വല്ലാത്ത അപകടം ജീവിതത്തെ ആകമാനം തകർത്ത് കളയുക. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ വിശ്വാസ്യതയോടുകൂടി എടുത്തിരുന്ന ഒരു മനുഷ്യൻ, ഹൃദയത്തിൽ ആഴപ്പെട്ട വിശ്വാസമുള്ള ഈ മനുഷ്യനെ തകർക്കാനായിട്ട് ഈ പ്രതിസന്ധികൾക്കൊന്നും ആയില്ല. തൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകിടം മറിഞ്ഞിട്ടും ഈ മനുഷ്യൻ പതറിയില്ല. അദ്ദേഹം ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവമേ, നീ എന്താണോ മനസ്സാകുന്നത് അത് നടക്കട്ടെ. ജീവിതത്തിൽ അധ്വാനിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. കാരണം നട്ടെല്ലിന് തകരാറാ, വേറെ പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ കുടുംബത്തെ പോറ്റണം, കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. എന്നാൽ ആ മനുഷ്യൻ പതറിയില്ല. ആത്മീയ ശുശ്രൂഷകളിൽ ദൈവത്തിന് വേണ്ടി മാത്രം, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധികൾ, ഈ പ്രശ്നങ്ങൾ, ഈ തകർച്ചകളൊക്കെ ദൈവം എന്നെ അവിടുത്തെ ശുശ്രൂഷകളിൽ വ്യാപരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കുമെന്ന് ചിന്തിച്ച് തൻ്റെ സ്വപ്നങ്ങളൊക്കെ തകിടം മറിഞ്ഞപ്പോഴും പതറാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ചില യൂസേപ്പുമാരായിട്ട് ഇന്ന് ഇങ്ങനെ ചില അവതാരങ്ങളുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യൂസേപ്പിനെ വീണ്ടും കണ്ടെത്തുക, പിറന്നു വീണ ഉണ്ണിയേശുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരക്കം പായേണ്ടി വരുന്ന ഒരപ്പൻ്റെ ഗതികേടുള്ള ജീവിതത്തിലാണ്. സങ്കടകരമായ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൂതൻ പറഞ്ഞു, ഹെറോദോസ് കുഞ്ഞിനെ വധിക്കാനായിട്ട് പരിശ്രമിക്കുന്നു, ഉടനെ തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക.
പ്രിയപ്പെട്ടവരെ, യോസേപ്പ് അന്താളിച്ചു നിന്നില്ല, ചോദ്യമൊന്നും ചോദിച്ചില്ല. ഇത് ദൈവപുത്രനാണെങ്കിൽ എന്തിന് ഞാൻ ഈ കുഞ്ഞിൻ്റെ സംരക്ഷകനായിട്ട് മാറേണ്ടതുണ്ട്? യോസേപ്പ് പതറിയില്ല, യോസേപ്പ് തിരിഞ്ഞു ചോദിച്ചില്ല. മറിച്ച് യോസേപ്പ് ദൈവം എന്തു പറഞ്ഞോ അതിനനുസരിച്ച് ഇത്രമാത്രം ജീവിതത്തെ വിശ്വാസ്യതയോടുകൂടെ കണക്കിലെടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം പ്രിയപ്പെട്ടവരെ നമ്മളവിടെ കാണുകയാണ്. വീണ്ടും ദൂതൻ ജോസഫിന് പിന്നെയും പ്രത്യക്ഷപ്പെട്ടു ഈജിപ്തില്. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൂട്ടി നസറത്തിലേക്ക് പൊക്കോളുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരക്കം പാച്ചിൽ നടത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ ജീവിതത്തെ ഈ യൗസേപ്പിൽ ഞാൻ കാണുക. ഇന്ന് യൗസേപ്പ് പിതാവിൻ്റെ പ്രാധാന്യം ഏറി വരിക. കാരണം ഇന്ന് ഈ സംരക്ഷണം നമുക്ക് ഒരുപാട് ആവശ്യമാണ്. പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 19-ാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സത്യമാണ്. എങ്കിൽ ഈ ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് ഈ ക്രിസ്തു എന്ന് വളർച്ച പ്രാപിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഈ കാലയളവുകളിൽ ഏറി വരികയാണെന്നുള്ളത് ഒരു സത്യമാണ്. കാരണം എന്താ? ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ എനിക്ക് പരമ്പരാഗതമായിട്ട് എൻ്റെ മാതാപിതാക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ഒരു വിശ്വാസത്തിലാണ് ക്രിസ്തു എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നത്. പൗലോസ്ലീഹ ആ ക്രിസ്തു ഒന്ന് രൂപപ്പെട്ടു വരാൻ വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തെ പ്രകടമാക്കുകയാണ് ഈ ഈറ്റുനോവ് എന്ന വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ഓർക്കുവാണ്, ക്രിസ്തു നമ്മുടെയൊക്കെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ട ഒന്നാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ, പൂർവികരിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൈദികരിലൂടെയോ സന്യസ്തരിലൂടെയോ മതാധ്യാപകരിലൂടെയോ ഒക്കെ ഇങ്ങോട്ട് ലഭിച്ച ഒരു വിശ്വാസത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഓരോരുത്തർക്കും അറിയാം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പ്രിയപ്പെട്ടവരെന്നാൽ ഈ കാലയളവുകളിൽ ഇതിനെയൊക്കെ നശിപ്പിക്കുമാറ് ഒരുപാട് പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ട് ഈ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഹെറോദോസുമാരാ, അർക്കലാവോസുമാരാ. അതുകൊണ്ട് ഇന്ന് യോസേപ്പ് പിതാവുമാർ ഒത്തിരി ഉണ്ടാകണം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രാധാന്യം ഇന്ന് ഒരുപാട് ഏറുകയാണ്. നല്ല യോസേപ്പുമാർ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലുണ്ടാകണം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു യോസേപ്പ് ജന്മമെടുക്കണം. നമ്മുടെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രതിസന്ധികളെ, വിശ്വാസ വിരുദ്ധമായ പ്രചരണങ്ങളെ മറികടക്കാൻ മാത്രമുള്ള ഒരു ധാർമ്മിക അവബോധം, നന്മ നിറഞ്ഞ മൂല്യചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ രൂപപ്പെടണമെന്ന് സ്നേഹത്തോടെ ഈ നല്ല ദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യോസേപ്പ് പിതാവിൻ്റെ ഈ മാസത്തിൽ വിശുദ്ധ യോസേപ്പിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ടുള്ള നല്ലൊരവസരമായിട്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമുക്ക് നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്നേഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് ഏകാഗ്രമായി ആയിരുന്നുകൊണ്ട് നമുക്കൊരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനും മാതൃകയുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പൊന്നുതമ്പുരാനെ, ജീവിതത്തിൽ തൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊത്ത് ജീവിതത്തെ ക്രമീകരിക്കാൻ ആഗ്രഹിച്ച ഈ നല്ല വിശുദ്ധൻ്റെ ചൈതന്യത്തെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്ന വിധത്തിൽ എനിക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ദുരന്തങ്ങൾ, മരണങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, എന്നെ അലട്ടുന്ന രോഗപീഠകൾ, ഇവിടെയൊന്നും തളരാതെ ദൈവം എന്നെക്കുറിച്ച് ഒരു സ്വപ്നം സൂക്ഷിക്കുന്നുണ്ടെന്ന് പ്രത്യാശ മനസ്സിൽ സൂക്ഷിക്കുവാൻ എനിക്ക് വിശ്വാസം തരണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തെ നശിപ്പിക്കുമാറുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും വിശുദ്ധ യോസേപ്പിൻ്റെ മധ്യസ്ഥതയാൽ അതിജീവിക്കുവാൻ കരുത്തു തരണമേ.
വിശുദ്ധ ഔസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ തലവ, ഞങ്ങളുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. വളരെ പ്രത്യേകിച്ച് എല്ലാ ജോസഫ് നാമധാരികൾക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവ്യമാം സ്നേഹമേ പരംപൊരുളേ, ആരാധനയ്ക്കേറ്റം യോഗ്യനേ, അപ്പമായി മാനവഹൃത്തിൽ വസിക്കാൻ സക്രാരിയിൽ വാഴും തിരുഭോജ്യമേ. ദിവ്യമാം സ്നേഹമേ പരംപൊരുളേ, ആരാധനയ്ക്കേറ്റം യോഗ്യനേ, അപ്പമായി മാനവഹൃത്തിൽ വസിക്കാൻ സക്രാരിയിൽ വാഴും തിരുഭോജ്യമേ. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ ബലഹീനങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഈ നിമിഷം സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും ഓടുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെയും അളവറ്റ വിശ്വസ്തതയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് വിശ്വസ്തനായിരുന്നിട്ടും ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചു പോയ ഓരോ നിമിഷങ്ങൾക്കും ഇപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് ശരണപ്പെടുന്നു. ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് വഴി നടത്തിയ, അങ്ങ് ഞങ്ങളെ പരിപാലിച്ച, അങ്ങയുടെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴും കർത്താവെ, അങ്ങയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവെ, അയോഗ്യരും ബലഹീനരുമായ ഞങ്ങൾ ഈ നിമിഷം അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മുഴുവൻ വിശുദ്ധരുടെ മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് ഈ നിമിഷം അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങയുടെ അനന്തനാമത്തെ സ്തുതിക്കുകയാണ്. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും സ്വരമുയർത്തി മനസ്സ് തുറന്ന് പതരം തുറന്ന് കർത്താവിൻ്റെ നാമത്തെ ഇപ്പോൾ സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ നാമത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തികളിലേക്കും ഒരത്ഭുത ശക്തിയായി അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത അഭിഷേകമായി ആത്മാവിന്റെ ശക്തി ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള ശക്തി അവരുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കട്ടെ. ഓ ദൈവമേ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലെ സ്വപ്നങ്ങളും പ്രത്യാശകളും തകർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, അങ്ങനെ ദൃഢതയോടെ നിലനിൽക്കാനുള്ള ശക്തി ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ആരാധന 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 ആരാധന. പ്രതിസന്ധികളിലും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്ന അനേക വ്യക്തികളിലേക്ക് ഇപ്പോൾ ഹൃദയങ്ങളിൽ ഒരു പ്രത്യാശ നിറയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഒരു പ്രകാശം നിറയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിച്ച് സ്തുതിക്കട്ടെ. കർത്താവ് ഇടപെടട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ശക്തി പകരട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സ്നേഹത്തോടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.